നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 9 RSS BJP പ്രവർത്തകർക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് രാവിലെ 10:30 ജീവപര്യന്തം തടവ് ശിക്ഷയും 1,10,000 രൂപ പിഴയും വിധിച്ചത്. മുഴുവൻ പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. റിജിത്തിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതിനാണ് 10,000 രൂപ അധിക പിഴ ചുമത്തിയത്. 2005 ഒക്ടോബർ 3-നാണ് റിജിത്തിനെ തച്ചങ്കണ്ടിയിൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. RSS ശാഖ തുടങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. ആകെയുള്ള 10 പ്രതികളിൽ ഒരാൾ വിചാരണയ്ക്കിടെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. CPM-ന്റെ കണ്ണപുരം ബ്രാഞ്ച് അംഗവും DYFI പ്രവർത്തകനുമായിരുന്നു റിജിത്ത്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റിജിത്തിനെയും സുഹൃത്തുക്കളെയും തച്ചങ്കണ്ടിയിൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് RSS ശാഖ തുടങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഒക്ടോബർ 2-ന് ഉന്തിലും തള്ളിലും എത്തിയിരുന്നു. പിറ്റേ ദിവസമാണ് കൊലപാതകം. കേസിൽ 10 പ്രതികളാണുള്ളത്. കേസിന്റെ വിചാരണ വേളയിൽ 3-ാം പ്രതി അജീഷ് മരിച്ചു. RSS BJP പ്രവർത്തകരായ ബാക്കി 9 പ്രതികളും കുറ്റക്കാരാണെന്ന് ജഡ്ജ് റൂബി കെ ജോസ് വിധിച്ചത്. 14 വർഷത്തിന് ശേഷമാണ് കോടതി വിധിയുണ്ടായത്. 25 വയസ്സുകാരനായ റിജിത്തിനെ കൊന്ന കേസ് അപൂർവമാകാത്തതിനാലാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവായത്. BJP RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കരൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. വിധി കേൾക്കാൻ വൻ ജനക്കൂട്ടം തലശ്ശേരി കോടതിയിലെത്തിയിരുന്നു. കൊല്ലപ്പെട്ട റിജിത്തിന്റെ അമ്മയും സഹോദരിമാരും പൊട്ടിക്കരഞ്ഞു. വിധിയെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രൻ പ്രതികരിച്ചു. തന്നെ വിധിച്ചിട്ടുണ്ട്. അത് 143-ാം വകുപ്പ് പ്രകാരം 6 മാസം തടവും, അതുപോലെ കഠിന തടവാണ്. 147-ാം വകുപ്പ് പ്രകാരം 2 വർഷം കഠിന തടവും, അതുപോലെ 343-ാം വകുപ്പ് പ്രകാരം 1 മാസം കഠിന തടവും, 324-ാം വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും ആണ് വിധിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 1, 2, 4, 5, 6, 10 പ്രതികൾക്ക് 148 വകുപ്പ് പ്രകാരം 3 കൊല്ലം കഠിന തടവും വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഫൈനും ഉണ്ട്. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ കോടതിയിൽ നിന്ന്. പ്രതികൾക്ക് വധശിക്ഷ കിട്ടുമെന്നാണ് അമ്മ ജാനകിയും സഹോദരി ശ്രീജിയും പ്രതികരിച്ചത്. നമുക്ക് തിരിച്ചു വിടുന്നില്ല, കൂടുതൽ തന്നെയാണ് കൂടുതൽ ഇതിനെക്കാട്ടി. ഞാൻ എല്ലാവരോടും നന്ദിയോടും കാട്ടിയോടും എല്ലാവരോടും നന്ദിയോടും. എന്നാൽ വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K രഞ്ജിത്ത് പ്രതികരിച്ചു. ഈ പ്രതികളുടെ നിരപരാധി തെളിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മേൽക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് വേണ്ടി പാർട്ടിയും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ്. പ്രതികളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും. പോലീസ് അന്യായമായി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.